ദൈവത്തിൻ്റെതായ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ആശിക്കുന്നു. സർവശക്തനായ ദൈവം ധാരാളമായി നിങ്ങളുടെ മേൽ നിങ്ങൾ എടുത്തിരിക്കുന്നതായ തീരുമാനത്തിലൂടെ ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുക. ജീവിച്ചിരുന്ന സമയത്ത് പരീക്ഷന്മാർ അവന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, ഏത് കാലം ചൊല്ലി ആരെ ഉപേക്ഷിക്കണം? അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞത് നിങ്ങളെ ഞാൻ വായിച്ചു കേൾപ്പിക്കും. പരീക്ഷന്മാർ അവന്റെ അടുക്കൽ വന്നു, ഏത് കാലം ചൊല്ലി ആരെ ഉപേക്ഷിക്കുന്നു എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിലവർ സൃഷ്ടിച്ചവനാണിൽ അവരെ ആറ് പെണ്ണുമായി സൃഷ്ടിച്ചു. അതിനൊത്ത മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്നാണ് ചെയ്തതും നിങ്ങൾ വായിച്ചില്ലയോ? അതുണർന്നേരാതല്ല ഒരു ദേഹമുണ്ട്. ആയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കുന്നു. കണ്ണ നിറഞ്ഞവനായ ദൈവമേ, സുഖസ്ഥ പിതാവേ, ഈ പ്രിയ കുഞ്ഞുങ്ങൾ എടുത്തതായ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ ലോകത്തിൽ എത്ര നാൾ അവർ ജീവിക്കണമോ അത്രയും നാള് നിന്റെ കൃപകളെ അവരുടെ മേൽ ചൊരിഞ്ഞുകൊണ്ട്, നിന്റെ നന്മകളെ അവരുടെ മേൽ പകർന്നുകൊണ്ട്, നിന്റേതായിരിക്കുന്ന അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും പ്രാപിച്ചുകൊണ്ട് ആ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബവും മറ്റുള്ള സാക്ഷ്യം പറയുന്നതോണം അവരുടെ കുടുംബജീവിതം ധന്യമായി തീരുവാൻ കർത്താവേ പ്രാർത്ഥിക്കുന്നു. ദൈവമാണെന്ന് കളഞ്ഞവനായിരിക്കുന്ന കർത്താവേ, തലമുറകളുടെയായിരിക്കുന്ന ദൈവം, ഞങ്ങൾ നിന്നെ സേവിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടു. ഈ പ്രിയ കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാരെ സേവിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ അവരുടേതായിരിക്കുന്ന സന്താനങ്ങളായിരിക്കുന്നവരുടെ മേൽ അവരുടെ മേൽ പകർന്നതായ അതേ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും പകർന്ന് അവരെ അനുഗ്രഹിക്കുകയെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു തമനായിരിക്കുന്ന ഭർത്താവിന് ആവശ്യമായിരിക്കുന്നതായ സകല കൃപകളും ബെഞ്ചിയുടെ മേലും ഒരു തുണയായിരിക്കുന്നതായ ഭാര്യയ്ക്ക് ആവശ്യമായിരിക്കുന്ന ദൈവകൃപ ജോലിയുടെ മേൽ നീ പകർന്ന് അവരുടെ കുടുംബജീവിതത്തെ നീ ധന്യമാക്കണമേ. അവരെ അനുഗ്രഹിക്കണമേ. സ്വർഗീയാശിസുകളെ ചൊരിയണമേ. ബുദ്ധിപരമായും ജ്ഞാനപരമായും കുടുംബത്തെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടതായിരിക്കുന്നതായ സകല കൃപകളും സ്വർഗത്തിലെ ദൈവമേ അവിടെ നീ ചൊരിഞ്ഞു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ പ്രാർത്ഥന കേട്ടതിനാണ് സ്തോത്ര. പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. എന്നാൽ എവർക്ക് വേണ്ടുന്നതായിരിക്കുന്ന ദൈവമതത്തിന്റെ വചനം വായിച്ചു കേൾപ്പിക്കാം. ആദ്യം 1 Corinthy 7-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളും 1 Corinthy 7-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങളും, എഫേസ്യ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങളും, പുരോഹിത ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യവും, 1 Petrus 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് കേട്ടു. ഭാര്യയും ഭാര്യ ഭർത്താവും കടപ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കുള്ള ഭർത്താവിനൊക്കെ അധികാരമുള്ളത്. അങ്ങനെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്കെതിരെ അധികാരം. പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകുവാൻ ഓരോ സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. നിങ്ങളുടെ അതികേന്ദ്രീയത്വം നിമിത്തം സാധാരണ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിപ്പിൻ. ശരീരത്തിന് രക്ഷിതാവായ സഭയ്ക്ക് നിലയാകുന്നതുപോലെ ഭർത്താവ് ഭാര്യയ്ക്ക് നിലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിന് കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവനവളെ വല്ലപ്പോഴും ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറാട്ടുടക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കമായി തനിക്ക് തന്നെ ദേശത്തോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവർ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളെ പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തു സഭയെ ചെയ്യുന്നതുപോലെ തന്നെ പോറ്റി പുലർത്തുകത്രേ ചെയ്യുന്നത്. നാം അവരുടെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തർ താങ്കാല ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. അവരോട് കൈമായിരിക്കുകയും വരുന്നത്
ഭാര്യമാരെ ഭർത്താക്കന്മാർ കഴിഞ്ഞിരിക്കുകയും അവർ നല്ലൊരു മനസ്സിലാക്കാത്ത പക്ഷം ഭയത്തോടെ നമ്മുടെ നമ്മളെ നടപ്പിലാക്കി പലരും കൂടാതെ ഭാര്യങ്ങൾ നടത്തുന്ന ആ ചേട്ടൻ വഴിയാകും നിങ്ങളുടെ അലങ്കാരം അൽമടി വീട്ടിൽ മുന്നണിയിൽ ഹസ്തം ധരിക്കുന്ന ഇങ്ങനെ പുറപ്പെടുന്നില്ല സൗന്ദര്യ സമദാശമുള്ള മനസ്സിന് ആക്ഷേപക്ഷണമാകുന്ന ഹൃദയത്തിലെ ഒരു മനുഷ്യൻ തന്നെ ആയിരിക്കണം ആ ദൈവസ്ഥനെ ഹൃദയത്താകുന്നു ഇങ്ങനെ ലോകപ്പെട്ട ദൈവത്തിൽ പ്രകാശിക്കുന്ന നക്ഷത്ര സ്ത്രീകൾ ഞങ്ങൾ തന്നെ അലങ്കരിച്ച ഭർത്താക്കന്മാർക്ക് കിടങ്ങരുത് അങ്ങനെ സാറാ ഭർത്താവിനെ യജമാനെ വിളിച്ചു അനുസരിച്ചിരുന്നു നന്മയുടെ യാതൊരു പ്രശ്നം കൂടെ വഴിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കളായിത്തീരും അങ്ങനെ ഭർത്താക്കന്മാരെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കവരായിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരുടെ പ്രവശത്തെ സ്ത്രീജനം ബലത്തിന് മാത്രമെന്ന് അവർ ജീവന്റെ കൃപയുടെ അവസരം ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിക്കും. സ്തോത്രം സ്തോത്രം ഞങ്ങൾ സ്വർഗത്തിലാവേ നല്ല സമയത്തിനാൽ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്ന് പാൽക്കാലം ഞങ്ങളുടെ ഭാഗത്തുള്ള ബന്ധുക്കർത്താവ് ഒരുമിച്ച് കൂടി അറിയുവാനും നിന്റെ കേൾക്കുവാനും ദാസനെ കൂടി കർത്താവെ അവരുടെ സഹായിച്ചുകൊണ്ടതിനായി സ്തോത്രം ഒരു ഭവനം കൂടെ ഇന്ന് പ്രസാദിക്കുമാറാകണമേ. ഹല്ലേലൂയ 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 വലിയ പിതാക്കന്മാരെ ആലയമേ മാതാക്കളായ കർത്താവിന്റെ സാന്നിധ്യ കൃപയും ഇവരുടെ ദാമ്പത്യത്തോടെ കൂടെ അവരെ സഹായിക്കുക അനുഗ്രഹിക്കുകയും നിന്നോട് തിരിഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ നിന്റെ വചനപ്രകാരം ആവശ്യമായ ആലോചനയാൽ നിന്റെ മക്കളെ നിറയ്ക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. ഒരു ഭാര്യയ്ക്ക് ആവശ്യമായ എല്ലാ കടപ്പാടും നിറയ്പ്പന്തക്കൂടെ ആവശ്യമായ കൃപ നിന്റെ മകളുടെ ജീവിതത്തിൽ തുടങ്ങി അവളെ സഹായിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. ഒരു ഭർത്താവിന് ആവശ്യമായ എല്ലാ കൃപകളും കടപ്പാട് നിർബന്ധങ്ങളും കർത്താവ് നിന്റെ മകനെ സഹായിക്കും പ്രാർത്ഥിക്കുന്നു. അതിനപ്രകാരം ജീവിച്ച കർത്താവ് അവരുടെ കുടുംബത്തിനും സഭയ്ക്കും ദേശത്തിനും സഹായിക്കും പ്രാർത്ഥിക്കുന്നു. സഹായത്തിനായി സ്തോത്രം. മകനം കേട്ടവരുടെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ദാസന്മാരെ അനുഗ്രഹിക്കുന്നു. സഹായിക്കണമേ. എല്ലാ യേശുവിന്റെ നാമത്തിൽ താഴ്മയായി യാചിക്കുന്നു കേൾക്കുമാറാകണമേ. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ഉപയോഗിക്കുന്നത് പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലം ഒക്കെ നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിങ്ങളുടെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേലിനെ സമാധാനം ഉണ്ടാകട്ടെ. ശ്രേഷ്ഠസാധനങ്ങൾ കൊണ്ടും ശാശ്വത ശൈലങ്ങളുടെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ടും ഭൂമിയിലെ വിശേഷ വസ്തുക്കളുടെ സമൃദ്ധിയും കൊണ്ടും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ കടമനാട്ട് വില്ലേജിൽ ഇമ്മാനുവേൽ കോട്ടേജിൽ ശ്രീമാൻ PM ബേബിയുടെയും ശ്രീമതി ലിസി ബേബിയുടെയും മകൻ ബെന്റി ബേബിയും കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ എഴുകോൺ വില്ലേജിൽ ഗ്രേസ് കോട്ടേജിൽ പാസ്റ്റർ KG ശമുവേലിന്റെയും ശ്രീമതി ലേയമ്മ ശമുവേലിന്റെയും മകൾ ജോളി ശമുവേലും തമ്മിലുള്ളതായിരിക്കുന്ന വിശുദ്ധ വിവാഹം പരസ്പരം സമ്മതിച്ച് ഉഭയസമ്മതത്താൽ അവർ ഇന്നു മുതൽ ഭാര്യാഭർത്താക്കന്മാരായി തീർന്നിരിക്കുന്നു എന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തിക്കൊള്ളുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യരാരും വേർതിരിക്കരുത്.